ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 148. നമ്മൾ മരിയസ്തുതി എന്ന് പറയുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അത് രൂപപ്പെട്ടത് എങ്ങനെ, ഏതെല്ലാം തിരുവചനങ്ങളാണ് അതിൽ ഉപയോഗിച്ചത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ 2 കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഹൈറെ കെഹരി തോമനെ, നന്മ നിറഞ്ഞ ഇല്ലേ മറിയമേ സ്വസ്തി, നന്മ നിറഞ്ഞ ആ വാക്കും സ്വസ്തി എന്ന വാക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മറിയം എന്ന വാക്ക് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ലോർഡ് ഈസ് വിത്ത് യു, കർത്താവ് നിന്നോട് കൂടെ. ഈ ഞാൻ മറിയം എന്നുള്ള വാക്ക് പിന്നീട് പഠിക്കുന്നുള്ളൂ പറഞ്ഞതിന് കാരണം, ഈ ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഹയറെ കെഹരി തോമനെ എന്ന് പറഞ്ഞിട്ട് മറിയമേ എന്ന് വിളിക്കുന്നത് പിന്നത്തെ വചനത്തിലാണ്. അതുകൊണ്ടാണ് ആ ക്രമത്തിൽ തന്നെ പോകുന്നത്. നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഗബ്രിയേൽ വിളിക്കുന്നുണ്ട്, അത് അടുത്ത വചനത്തിലാണ്. അപ്പൊ നമ്മൾ മറിയം എന്നുള്ള വാക്ക് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നന്മ നിറഞ്ഞ നമ്മളത് കണ്ടു കഴിഞ്ഞു, സ്വസ്തി എന്ന അർത്ഥം കണ്ടു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ കർത്താവ് നിന്നോടുകൂടെ എന്ന ആ വാക്ക്, അത് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതാണ്. കർത്താവ് നിന്നോടുകൂടെ ഗ്രീക്കില് ഹോ ക്യൂരിയോസ് മെത്താസു. ക്യൂരിയോസ് എന്നത് പഴയ നിയമത്തിലാണെങ്കിൽ അദോണായി യാഹ്വേ എന്നതിന്റെ ഗ്രീക്ക് പരിഭാഷയാണ് ക്യൂരിയോസ്. നമ്മൾ കീരിയലൈസോൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലത്തിൻ സഭയിലുണ്ട്, സീറോ മലബാർ സഭയിലുണ്ട്, മലങ്കര സഭയിലൊക്കെ കീരിയലൈസോൻ. ക്യൂരിയോസ് എന്ന് പറഞ്ഞാല് കർത്താവ്, എലൈസോൻ ഹാവ് മേഴ്സി ഓൺ അസ് അല്ലെ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, അതാണ് കീരിയലൈസോൻ, ക്രിസ്തയലൈസോൻ. അപ്പോ എല്ലാ സഭകളിലും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണത്. അപ്പൊ കീരിയോസ് എന്ന് പറഞ്ഞാൽ യാഹ്വേ, അദോണായി എന്നൊക്കെ പറയും, കർത്താവ് നിന്നോട് കൂടെ. അപ്പൊ ഹീബ്രുവില് നമ്മൾ പറയുമ്പോൾ അദോണായി ഇമ്മാക്ക് അല്ലെങ്കിൽ യാഹ്വേ ഇമ്മാക്ക് എന്നാണ്. മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ ഏത് ഭാഷയിൽ പറഞ്ഞ് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഗ്രീക്കിലാണ്. മറിയം താമസിക്കുന്നത് നസറത്തിലാണ്. അവിടെ പകുതിയോളം പേര് ഗ്രീക്ക് സംസാരിക്കുന്നവരായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രീക്കിലായതുകൊണ്ട് നമ്മൾ ഗ്രീക്ക് ചർച്ച ചെയ്യണം. ഈ ഹീബ്രുവിലാണ് പറഞ്ഞതെങ്കിൽ അദോണായി അല്ലെങ്കിൽ യാഹ്വേ ഇമ്മാക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടാകുക. അരാമിയ ഭാഷയിലാണോ സുറിയാനി ഭാഷയിലാണോ ഇതൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന രേഖ ഗ്രീക്ക് ആയതുകൊണ്ട് നമ്മൾ ഗ്രീക്കിൽ തുടരുന്നു. കർത്താവ് നിന്നോട് കൂടെ, വളരെ ലളിതമായ ഒരു ആശംസ അല്ലേ? ഇപ്പൊ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് പോലെ, ഷാലോം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ സ്വസ്തി ഹൈറ എന്ന് പറയുന്നത് പോലെ, അങ്ങനെ വളരെ സിമ്പിളായ ഒരു ആശംസയായിട്ട്, ഒരു അഭിവാദനമായിട്ട്, വന്ദനമായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. റൂത്തിന്റെ പുസ്തകത്തിലെ പഴയ നിയമത്തിലെ 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ആശംസ. പക്ഷേ ഇത് ദൈവം അയച്ച ഗബ്രിയേൽ ദൂതനാണ് പറയുന്നത്, ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ. അപ്പോ അതിന് വിശേഷപ്പെട്ട ചില അധിക അർത്ഥങ്ങൾ കൈവരികയാണ്. ഒന്ന്, അത് വിശേഷപ്പെട്ട ഒരു അവകാശത്തെ സൂചിപ്പിക്കുന്നു. വെറും ഒരു ആശംസയോ അഭിവാദനമോ അല്ല ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്നത്. ആഴമേറിയ ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്നു. ചരിത്രപരമായ പ്രസക്തി അതിനുണ്ട്. എന്താണത്? രക്ഷകനായ ദൈവം തന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ തിരഞ്ഞെടുത്ത വ്യക്തിയാണ്, ആ വ്യക്തിയോടാണ് കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുന്നത്. കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ, എന്താണ് വാഗ്ദാനം? വാഗ്ദാനം മനുഷ്യരെ രക്ഷിക്കുമെന്നാണ്. സ്ത്രീയുടെ സന്തതി സാത്താന്റെ തല തകർക്കുമെന്നാണ്. പക്ഷേ അപ്പോഴൊന്നും അവർ വിചാരിച്ചില്ല ദൈവം മനുഷ്യനാകുമെന്ന്. പഴയ നിയമത്തിൽ ഒറ്റ സ്ഥലത്തും അത് അങ്ങനെ എഴുതിയിട്ടില്ല, ദൈവം മനുഷ്യനാകുമെന്ന്. അത് ഇതപരിതം ഉണ്ടാകാത്തതും ആരും സ്വപ്നം കാണാത്തതും ഭാവനയിൽ പോലും കാണാൻ പറ്റാത്തതുമായ ഒരു സംഗതിയാണ് ദൈവം മനുഷ്യനാകുന്നു. അപ്പോൾ മനുഷ്യന്റെ എല്ലാ പ്രത്യാശകൾക്കും സങ്കല്പങ്ങൾക്കും അതീതമായിട്ട് ദൈവം തന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് പൂർത്തിയാക്കാൻ, ദൈവത്തിന്റെ വാക്ക് പൂർത്തിയാക്കാൻ, ഉടമ്പടി പൂർത്തിയാക്കാൻ മറിയത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന കാര്യമാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയണേ. അപ്പൊ ദൈവശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടും വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് കർത്താവ് നിന്നോട് കൂടെ. അത് വെറും ഒരു ആശംസയല്ല. രക്ഷാചരിത്രത്തിലെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ് ദൈവം നടത്തുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വസിക്കുക. നമ്മൾ കേട്ട് പരിചയമുള്ളതുകൊണ്ട് ഒരു ഷോക്ക് തോന്നില്ല. പക്ഷെ ചിന്തിച്ചു നോക്കിയാൽ, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് താമസിക്കുക, 33 കൊല്ലം താമസിക്കുക, ദൈവം മനുഷ്യനായിട്ട്. ആ മനുഷ്യൻ ദൈവമാണ്, ആ ദൈവം മനുഷ്യനാണ്, യേശു. അതൊരു ഭയങ്കര രഹസ്യമാണ്. എന്നാൽ ഞങ്ങൾ കണ്ടതും ഇല്ലേ, കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ യാഥാർത്ഥ്യമാണെന്നാണ് യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ. അത്രയും കോൺക്രീറ്റ് ആണ്, മൂർത്തമായ സംഗതിയാണ്.
ദൈവം മനുഷ്യനായി ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനെ നോക്കി വീക്ഷിച്ചു, ഞങ്ങൾ അവനെ നേരിട്ട് കേട്ടു. ഇതിനൊക്കെ വലിയ സാക്ഷി എന്ത് വേണം? അങ്ങനെ രക്ഷാചരിത്രത്തിൽ ഇത്രയും നിർണായകമായ ചുവടുവെപ്പ് ദൈവം നടത്തുകയാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരികയാണ്. അങ്ങനെ വരാൻ മറിയത്തിന്റെ സമ്മതം വേണം. അപ്പോ സ്വാഭാവികമായിട്ടും മറിയത്തിന് സമ്മതം കൊടുക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. അന്നത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഈ കല്യാണം കഴിഞ്ഞിട്ടില്ല, മനസ്സമ്മതം കഴിഞ്ഞിട്ടുള്ളൂ, അതിനുമുമ്പ് ഗർഭിണിയാകുന്ന പറഞ്ഞാൽ മരണശിക്ഷയാണ്. പേടിപ്പിക്കുന്ന സംഗതിയാണ്. അവൾ അസ്വസ്ഥയാകുന്നുണ്ട്. പക്ഷെ ആ അസ്വസ്ഥതയിലും പേടിലും കിടക്കുന്നില്ല, ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നില്ല. അപ്പൊ ഈ ആപൽക്കരമായ ഒരു സംഗതിയുമാണ് ഈ ദൗത്യം നിർവഹിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയാണ്, ഈ ദൗത്യം നിർവഹിക്കാൻ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും. കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും. കർത്താവ് നിന്നോട് കൂടെ. ദൈവം മനുഷ്യനായി വരുന്നത് മറിയത്തിലൂടെയാണ്. മറിയത്തിന് സമ്മതം കൊടുക്കുമ്പോൾ മറിയത്തിന്റെ ജീവിതത്തിൽ അത് അവളുടെ എല്ലാ സ്വപ്നങ്ങളെയും തച്ചുടച്ച് തകർത്ത് കളയുന്ന ഒരു സംഗതിയാണെങ്കിലും ആ സംഗതി ഏറ്റെടുക്കാൻ അവളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് അവളുടെ കൂടെയുണ്ട്. ദൈവമായ കർത്താവ് അവളുടെ കൂടെയുള്ളത് കൊണ്ട് ഈ ആപത്തിനെയൊക്കെ മറികടക്കാൻ അവൾക്ക് കഴിയും. ഇത് തിരിച്ചറിഞ്ഞ് നമുക്ക് 2-3 സംഗതികൾ പഴയ നിയമത്തിൽ നോക്കാം. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പുറപ്പാട് 3:12. ഈ തലതെറിച്ചെന്ന് പറയണം. അതായത് എല്ലാ കാര്യത്തിലും പിറുപിറുക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, തൊട്ടു ഇപ്പൊ ഒരു അത്ഭുതം കണ്ടുന്ന അടുത്ത നിമിഷത്തിൽ ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന നമ്മളൊക്കെ ഏതാണ്ട് അതുപോലെയാണ്. അങ്ങനെയാണ് ഇസ്രായേലരെ ഈ മർക്കടമുഷ്ടിക്കാരും ഇങ്ങനെ ദൈവത്തെ എപ്പോഴും പഴി പറയാൻ ഇങ്ങനെ നിൽക്കുന്നവരുമായ ഇസ്രായേലരെ ഈജിപ്റ്റ് എന്ന മഹാസാമ്രാജ്യത്തിന്റെ ശക്തിയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ആ മഹാദൗത്യം അത് ഈ മോശ ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് ഒളിച്ചോടി പോയവനാണ് ഈ മോശ. അപ്പൊ ഭയങ്കരമായ ദൗത്യമാണത്. അപ്പൊ അതിന് പറയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ധൈര്യത്തിരിക്കേ. മോശയോട് പറയുന്നു. യശുവ എന്ന് പറഞ്ഞ ജോഷുവയുടെ തന്നെ പറയുന്നുണ്ട്, മോശയോട് കൂടെ ഞാൻ ഉണ്ടായിരുന്നത് പോലെ. അതിന് സാക്ഷിയാണ് യശുവ. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യശുവയുടെ പുസ്തകം, ജോഷുവയുടെ പുസ്തകം 1:5. ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, ഗിദയോനോട് പറയുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6:12 കർത്താവ് നിന്നോട് കൂടെ. ഗിദയോൻ, അതായത് ഇസ്രായേലിന്റെ പട്ടാളത്തെ, ഇപ്പം സൈന്യത്തൊക്കെ പറയില്ല, ഇസ്രായേലിന്റെ സൈന്യം, അവരുടെ സൈന്യത്തിന് ഒരു എന്താ പറയുക, ദിശാബോധം കൊടുത്ത ഒരാളാണ് ഈ ഗിദയോൻ. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പോഴാണ് അവനത് ചെയ്യാൻ കഴിഞ്ഞത്. ഇത് മോശെ, യശുവ, ഗിദയോൻ അവർക്കെല്ലാം കൊടുത്ത ദൗത്യത്തെക്കാൾ 10,000-കണക്കിന് മടങ്ങാണ്, അതിനേക്കാളൊക്കെ എത്രയോ വലിയ ബൃഹത്തായ നിർണായകമായ മഹത്തായ ദൗത്യമാണ് മറിയത്തിന് കൊടുത്തിരിക്കുന്നത്. അതിനാൽ അവരോട് പറഞ്ഞതിനേക്കാൾ ശക്തമായ ഭാഷയിലാണ് ദൈവം പറയുന്നത്. ഗബ്രിയേൽ മാലാഖയെ അയച്ച്, ഞാൻ നിന്റെ കൂടെയാണ്, കർത്താവ് നിന്നോട് കൂടെയാണ്. അവള് സമ്മതം പറഞ്ഞാല് അവൾക്ക് മാത്രമല്ല ആപത്ത്, അവൾക്കുണ്ടാകുന്ന ആപത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവൾക്ക് മാത്രമല്ലല്ലോ, ജോസഫ്, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുന്ന ജോസഫ് മനസ്സമ്മതം കഴിഞ്ഞതാണ്. ആ ജോസഫും ജോസഫിന്റെ കുടുംബവും, മറിയത്തിന്റെ കുടുംബം, ആ സമുദായത്തിൽ അവർക്കുണ്ടാകുന്ന മാനക്കേട് ചിന്തിച്ചു നോക്കിയാൻ, ഇടർച്ച ചിന്തിച്ചു നോക്കിയാൻ. അപ്പൊ ദൈവത്തിന്റെ വഴികൾ പലപ്പോഴും അപകടം പിടിച്ചതാണ്, ഇടർച്ച ഉണ്ടാക്കുന്നതാണ്, സമുദായത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നതാണ്. തീർന്നില്ല. ഇത് ഇപ്പൊ ഈ ഗബ്രിയേൽ ദൂതൻ ഇത് ഈ മംഗളവാർത്ത പറയുകയും മറിയം സമ്മതം മൂളുകയും ചെയ്യുന്ന ആ നിമിഷത്തില് നിന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞത് ഒന്ന് മാറ്റി പറയണം. കർത്താവ് നിന്റെ ഗർഭത്തിൽ, നിന്റെ ഉദരത്തിൽ, നിന്റെ ഗർഭത്തിൽ കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു. മറിയം സമ്മതം മൂളുന്ന നിമിഷത്തിൽ ആ കർത്താവ് അവൾ ഉദരത്തില് മനുഷ്യനായി പിറക്കും. വെറും ആധ്യാത്മികമായിട്ടുള്ള രീതിയിലല്ല, മാംസരക്തങ്ങളും മനുഷ്യനായിട്ട് ദൈവം മനുഷ്യനായി പിറക്കുകയാണ്. അത് മറിയത്തിന്റെ സമ്മതത്തിലൂടെയാണ്, മറിയത്തിന്റെ ഗർഭത്തിലാണ്. ആ ഗർഭത്തിൽ രക്ഷകനാണ്. പക്ഷെ രക്ഷകനും ദൈവവും സർവശക്തനാണെങ്കിലും മറിയത്തിന്റെ സമ്മതമില്ലാതെ, മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയെ മറിയത്തിന്റെ സമ്മതമില്ലാതെ മനുഷ്യരുടെ ലോകത്ത് ദൈവം പ്രവേശിക്കാനും കഴിയില്ല. അപ്പൊ ചെറിയ കാര്യമൊന്നല്ല മറിയത്തോട് പറയുന്നത്. മനുഷ്യരുടെ ലോകത്തേക്ക് കളങ്കമില്ലാത്ത മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായ മറിയം സമ്മതം മൂടണം, എങ്കിലേ ദൈവത്തിന് മനുഷ്യരുടെ ലോകത്ത് വരാൻ പറ്റൂ. അത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. എന്റെ കർത്താവിന്റെ അമ്മ എന്നാണ് എലിസബത്ത് അവളെ വിളിക്കുന്നത്. അത്രയും ആ മഹത്തായ സംഭവത്തിന് മറിയം സമ്മതം മൂളാൻ വേണ്ടി ഗബ്രിയേൽ ദൂതൻ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, കർത്താവ് നിന്നോട് കൂടെയാണ്. നീ സമ്മതം മൂളുമ്പോൾ ആ കർത്താവ് നിന്റെ ഉള്ളിൽ വരും, ഗർഭത്തില്.
നമുക്കിതൊന്ന് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാൽ നമ്മളെപ്പോഴും എന്താ പറയാ, മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 23 വെച്ചിട്ട് ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്, അല്ലെ, ഗോഡ് ബിസൈഡ് അസ്, നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വശത്തുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അത് സത്യം തന്നെ. പക്ഷെ നമ്മൾ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോഴോ ഈ മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന അതേ കർത്താവല്ലേ നമ്മുടെ ഉദരത്തിൽ വരണേ. അപ്പോൾ കർത്താവ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞ ദൈവം എന്താണ് സംഭവിക്കുന്നത്? ദൈവം നമ്മുടെ ഉള്ളിൽ, ഗോഡ് വിത്ത് അസ്, ഇമ്മാനുവേൽ. കുറച്ച് കഴിയുമ്പോൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഗോഡ് വിത്തിൻ അസ്, ഗോഡ് വിത്തിൻ അസ്. നിങ്ങൾക്ക് അതിന് ഹീബ്രു വേണമെങ്കിൽ ഇമ്മാനുവേൽ, അതാണ് ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ, ഗോഡ് വിത്തിൻ അസ്, നമ്മുടെ ഉള്ളിൽ. അതിന് ഹീബ്രു നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയാം, ബെക്കിർ വാനുവേൽ, ബെക്കിർ, ബെക്കിർ വേ, ബെക്കിർ അല്ലെ, വിത്തിൻ, ബെക്കിർ വാന്യു വേൽ, വാന്യു എന്ന് പറഞ്ഞാൽ ആസ്, വിത്തിൻ ആസ്, വേൽ, ഏൽ. ദൈവം നമ്മുടെ ഉള്ളില്, ദൈവം നമ്മുടെ ഉള്ളില്. മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന കർത്താവ് ദിവ്യകാരുണ്യം വഴി നമ്മുടെ ഉദരത്തില്. അവൾക്ക് കൊടുത്ത കൃപ അവളുടെ മക്കളായി എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുക. ദൈവം നമ്മുടെ കൂടെയാണ്, ദൈവം നമ്മുടെ ഉള്ളിലാണ്. ഗബ്രിയേൽ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെയാണ്. അവൾ സമ്മതം കൊള്ളിക്കഴിഞ്ഞപ്പോൾ ആ കർത്താവ് അവിടെ ഉള്ളിലാണ്. ഇത് നമ്മുടെ കാര്യത്തിൽ സംഭവിക്കുന്നു. തീർച്ചയായിട്ടും അതിന്റെ ചക്രവാളങ്ങൾ വ്യത്യാസമുണ്ട്, എങ്കിലും അതേ കർത്താവാണ്, അതേ കർത്താവാണ്. അപ്പോൾ മംഗളവാർത്തയിൽ പറഞ്ഞ ആ സംഗതി, ദൈവം അവളോട് കൂടെ, കർത്താവ് നിന്നോട് കൂടെ, നമ്മളത് ചൊല്ലുമ്പോൾ ദൈവം നമ്മോട് കൂടെ എന്നും ദൈവം നമ്മുടെ ഉള്ളിലെന്നും കൂടി പറയുകയാണ്. മറിയത്തിൽ സംഭവിച്ചത് നമ്മിൽ സംഭവിക്കട്ടെ എന്നാണ് ഈ മരിയസ്തുതി ചൊല്ലുമ്പോൾ ഗബ്രിയേൽ മാലാഖയോടൊപ്പം നമ്മൾ ചൊല്ലുന്നത്. ചെറിയ പ്രാർത്ഥനയാണോ അത്? തിരുവചനത്തിൽ അടിസ്ഥാനമിട്ട അതിഗംഭീരമായ പ്രാർത്ഥനയല്ലേ അത്? അതിന്റെ ഗാംഭീര്യം മനസ്സിലാക്കി മറിയത്തോടുള്ള സ്നേഹത്തോടും പ്രണയത്തോടും, പ്രണയം എന്ന് പറഞ്ഞാൽ ദിവ്യപ്രണയമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ആ അടുപ്പം, അതോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.